ഹലോ എവരി വൺ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പുഷ്പ 2 റിവ്യൂ ആണ്. നമുക്കെല്ലാം അറിയാം, ഈ പുഷ്പ 2 ഇപ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുക. 1000 കോടിയുടെ മുകളിൽ കളക്ട് ചെയ്ത സിനിമ. അതൊരു വൻ വിജയം ശരിക്കും. ആ ബിസിനസ് അതൊരു ആസ് എ പ്രോഡക്റ്റ്, ഒരു ബിസിനസ് എന്ന രീതിയിൽ വൻ വിജയം. ഇപ്പം നമുക്കറിയാം 10 സിനിമകൾ, വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ 1000 കോടിയിൽ ഇന്ത്യയെ കളക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാന് ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. നിങ്ങളെ പോലെല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഞാനും കാത്തിരുന്നു. ആ സിനിമയ്ക്ക് പോകാൻ ആയിട്ട് ഞാൻ തയ്യാറെടുത്ത് ബുക്കിങ് ചെയ്യാൻ വേണ്ടി ഇരുന്ന ആ സമയത്താണ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് റിവ്യൂസ് വന്നു. അപ്പൊ ഈ റിവ്യൂസ് ഒക്കെ ഞാനും കണ്ടു. എന്നിട്ട് ഞാൻ സിനിമയ്ക്ക് ബുക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ എൽസയോടും ദീപയോടും ചോദിച്ചു, ടിക്കറ്റ് ഞാൻ പോവാണ്, എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് വരണ്ട, കാര്യം ഞാൻ നെഗറ്റീവ് റിവ്യൂ ഉള്ളതുകൊണ്ടാണ്. 3 മണിക്കൂർ 7 മിനിറ്റ് ഒക്കെ ഇരിക്കണ്ടേ എന്നുള്ളതാണ് എൽസ ചോദിക്കുന്നത്. വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടു. പടം കണ്ടപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ചില പ്രശ്നങ്ങൾ. അതാണ് ഞാൻ ഇവിടെ എടുത്തു പറയാൻ പോകുന്നത്. അത് തോന്നാൻ കാരണം, ഒന്ന്, നമ്മൾ ആ സിനിമ കാണുമ്പോഴത്തേക്കും ഇതൊരു തെലുങ്ക് പടത്തിന്റെ ഡബിങ് ആണ് എന്ന്, മലയാളത്തിലേക്ക് ഡബ് ചെയ്താന്ന് മനസ്സിലാക്കി പോയിരുന്ന് കാണേണ്ടതാണ്. കാര്യം ഒരുപാട് മലയാള സിനിമകളും ഈ ഹിന്ദിയിലേക്കും തെലുങ്കിലേക്കും ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ അറിയാം, നമ്മുടെ ഒച്ചയൊക്കെ ഇപ്പൊ മുകേഷ് ആണെങ്കിൽ മുകേഷ് ഹിന്ദി സംസാരിക്കുമ്പോൾ ഒച്ച വേറെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് അതിനകത്ത് തോന്നും. എന്ന് പറയുന്നതുപോലെ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇത് ഇങ്ങനെ ആവും, ചില കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ. അതൊരു അറിവാണല്ലോ നമ്മുടെ. അപ്പൊ പിന്നെ തെലുങ്കിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അവരുടെ ആക്ഷൻ രീതി ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണെന്ന് നമുക്കറിയാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു പ്രശ്നം വരത്തില്ല. പിന്നെ ഈ ഡയലോഗിന്റെ കാര്യത്തിൽ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് പ്രശ്നം എനിക്ക് തോന്നിയേക്കുന്നത്. അതെന്താ വെച്ചാൽ ആ ഡയലോഗ്, തെലുങ്കിലെ ഡയലോഗ് മലയാളത്തിലോട്ട് ആക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് മനസ്സിലായേക്കുന്നത്. അപ്പം സിനിമ നല്ല എന്റർടൈനിങ് ആണ്, അല്ലെങ്കിൽ ഇത് വിജയിക്കത്തില്ലല്ലോ. അപ്പം ഇപ്പോഴും ഹൈദരാബാദിലേക്ക് ഒരുപാട് തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് വലിയൊരു ഹിറ്റായി മാറി എന്തായാലും. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ എന്റർടൈൻമെന്റ് സിനിമ താല്പര്യമുള്ളവര്, ഈ രീതിയിലുള്ള ആക്ഷൻ മൂവീസ് താല്പര്യമുള്ളവര് കാണുക, മസ്റ്റായിട്ട് കാണുക. അപ്പം റിവ്യൂ എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന്, നമ്മള് ലോജിക്കലായിട്ട് ചിന്തിക്കുക മനുഷ്യൻ, ഇതിനകത്ത് എന്താ പ്രശ്നം, അങ്ങനെ പ്രശ്നം മാത്രം നമ്മൾ കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാല് അത് എന്തു ആയിക്കോട്ടെ ആ പ്രശ്നം വലുതായിട്ട് വരും. ഞാൻ അതിനകത്ത് പ്രശ്നം കാണാനല്ലാതെ പോയത്. അപ്പൊ ഫസ്റ്റ് പാർട്ട് കണ്ടോണ്ടാണ് എനിക്ക് സെക്കൻഡ് പാർട്ട് കാണണമെന്ന് തോന്നിയത്. ആ സിനിമയെ ഞാൻ കാണുന്നു വെറുതെ, അതിനകത്ത് വിലയിരുത്തുന്നില്ല ആ സമയത്ത്. അത് എന്റർടൈൻ ചെയ്തു, ആ സിനിമ നല്ല ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ അതിന്റെ പ്രശ്നങ്ങൾ തന്നെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിയുമ്പോൾ പ്രശ്നം വലുതായിട്ട് കാണിക്കും. ആ വലുതായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് റിവ്യൂവിനകത്ത് ഇത് എന്തോ കുഴപ്പമായിട്ട് അവർ പറയുന്നത്. അങ്ങനെയല്ല സിനിമയെ കാണേണ്ടത്. ഇത് നമുക്കറിയാം, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകൾ ഒരുപാട് പേരെ കൊല്ലുന്നു, വെട്ടുന്നു ഒക്കെ കാണിക്കുക. പക്ഷെ ഇതിനകത്തൊന്നും കേസ് ഉണ്ടാകുന്നില്ലല്ലോ, പോലീസ് കേസ് ഉണ്ടാകുന്നില്ലല്ലോ. അതേസമയം സാധാരണ ഒരു 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 നമ്മളൊരാളെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്താൽ വരെ നമുക്കെതിരെ വേണേൽ കേസെടുക്കാം, നമ്മളെ ജയിലിൽ പിടിച്ചിടാം. അപ്പം ഇത് കൊമേഴ്ഷ്യൽ സിനിമയുടെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലെന്ന് നമുക്കെല്ലാം അറിയാം. മലയാളത്തിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം ഇങ്ങനെ തന്നെയാണ് കൊമേഴ്ഷ്യൽ സിനിമ വരുന്നത്. അപ്പൊ നമ്മൾ അത് അറിഞ്ഞിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഓൺലി ട്രെയിലർ കണ്ടതാണ്. ആ ട്രെയിലർ കണ്ടിട്ട് നമ്മൾ പോയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാമല്ലോ ഇത് ഇങ്ങനത്തെ ഒരു സിനിമയാണ് എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ലോജിക്ക് ആയിട്ട് നമ്മൾ പോകാൻ പാടില്ല. ഒന്ന്, അല്ലാതെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു സിനിമ ഒരു ബിസിനസ് എന്ന രീതിയിൽ, ഒരു പ്രോഡക്റ്റ് എന്ന രീതിയിൽ പലരുടെയും സ്വപ്നമാണ് 1000 കോടി സിനിമ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം അതൊരു വിജയമാണ് ശരിക്കും പറഞ്ഞാൽ. അത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ കാണുന്നത് ആ ഒരു രീതിയിൽ ആണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ സിനിമ കാണുക. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാര്യം അതിന്റെ രീതികളും അതിന്റെ
സൗണ്ട് എഫക്റ്റ് എല്ലാം നമുക്ക് തിയേറ്ററിൽ കണ്ടാലേ ഉള്ളൂ നമുക്ക് അതിന്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, കാണുക. നിങ്ങൾക്കറിയാം അല്ലു അർജുൻ ഒരു നല്ലൊരു ഡാൻസറാണ്, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം നല്ലൊരു സിനിമയാണ്, നിങ്ങളത് കാണുക.